സോ ലോക്ക്ഡൗൺ നമ്മൾ കഴിഞ്ഞിട്ടുള്ള ആദ്യം ഒരു പുറത്തു വരുത്താണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ തരം സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് മാനദണ്ഡങ്ങളും വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഹ്യുണ്ടായുടെ ഷോറൂമിലാണ്. ഹ്യുണ്ടായുടെ ഷോറൂമിൽ വരാൻ കാരണം ഹ്യുണ്ടായുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ക്രെറ്റനെ കുറിച്ചിട്ടാണ് ഏറ്റവും അധികം ആളുകൾ എന്നോട് ഈ ലോക്ക്ഡൗൺ ടൈമിൽ ചോദിച്ചിട്ടുള്ളത്. ക്രെറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ സക്സസ്ഫുൾ ആയിരുന്ന മോഡലാണ്. ക്രെറ്റൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ഇപ്പം അൺവീൽ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് ഇതുവരെ ഒരു ഡ്രൈവ് കിട്ടിയിരുന്നില്ല. ഡ്രൈവ് എല്ലാം തന്നെ മീഡിയ ഡ്രൈവ് എല്ലാം തന്നെ ഈ ഒരു ലോക്ക്ഡൗൺ കാരണം ക്യാൻസൽ ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു പെർമിഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഗ്ലിംസ് കൊണ്ടുവരികയാണ്. ഇവിടുന്ന് ഇൻറ്റീരിയർ എല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് കാണിച്ചുകൊണ്ടിട്ട് പിന്നെ ഡ്രൈവിന് മാത്രമേ പുറത്ത് പോകുന്നുള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഹ്യുണ്ടായുടെ കാലിക്കറ്റ് ഡീലറായ KVR ഹ്യുണ്ടായിലാണ് ഇപ്പം നമ്മളുള്ളത്. KVR ഹ്യുണ്ടായാണ് നമുക്ക് ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ദം. ഇപ്പോൾ ക്രെറ്റനെ കുറിച്ച് പറയുമ്പം ഈ പുതിയ ക്രെറ്റ ലോഞ്ച് ചെയ്തിരുന്ന ഈ കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിലായിരുന്നു. 2020 ഓട്ടോ എക്സ്പോയിൽ ഹ്യുണ്ടായുടെ ബ്രാൻഡ് അംബാസിഡറായ ഷാറൂഖ് ഖാൻ തന്നെയായിരുന്നു അൺവീൽ ചെയ്തിരുന്നത്. അന്ന് അൺവീൽ ചെയ്തൊരു ബ്ലാക്ക് കളർ വണ്ടിയായിരുന്നു. നമ്മളെല്ലാം ലൈവായിട്ട് വിറ്റ്നസ് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു അത്. ഇപ്പോൾ ക്രെറ്റ എന്ന് പറയുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും സക്സസ്ഫുള്ളായി വന്നിരുന്നൊരു മോഡലായിരുന്നു. ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ വരെ വിൻ ചെയ്തിട്ടുള്ളൊരു മോഡലായിരുന്നു ക്രെറ്റ. അതുകൊണ്ട് തന്നെ വളരെയധികം ആങ്സൈറ്റി ആയിരുന്നു പുതിയ ക്രെറ്റ വരിക എന്ന് പറയുമ്പോൾ. അത് ശരിക്കും നിലനിർത്തിയിട്ട് തന്നെയാണ് ഹ്യുണ്ടായി പുതിയ ക്രെറ്റ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഹ്യുണ്ടായി ക്രെറ്റയിലൂടെ കൊണ്ടുവന്നത്. കാരണം ഹ്യുണ്ടായുടെ തന്നെ സിബ്ലിംഗ് ബ്രാൻഡായിട്ടുള്ള കിയ സെൽത്തോസ് ഓൾറെഡി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത് സെൽത്തോസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സെൽത്തോസിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ കുറേ കൂടിയും ബെറ്റർമെൻ്റ് ആക്കിയിട്ടുള്ളൊരു വെഹിക്കിൾ ആക്കാനാണ് ഹ്യുണ്ടായി ശ്രമിച്ചിട്ടുള്ളത്. സോ അതെങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്ന് ഈ റിവ്യൂയിലൂടെ നോക്കാം. ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ പുതിയ ക്രെറ്റ വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഫ്രണ്ട് പോർഷൻ. ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. അതിൽ ഡോമിനൻ്റ് ആയി നിൽക്കുന്നത് ഇതിൻ്റെ ഗ്രില്ല് തന്നെയാണ്. ഗ്രില്ല് എന്ന് പറയുന്ന കാസ്കേഡിംഗ് ഗ്രിൽ എന്ന് പറയുന്ന ഹ്യുണ്ടായുടെ ഗ്ലോബൽ ഐഡൻറ്റിറ്റിയാണ് ഈ ഗ്രില്ല്. ഇന്നിപ്പോൾ നമുക്കറിയാം ഹ്യുണ്ടായുടെ പാലിസൈഡ് എന്ന് പറഞ്ഞ വലിയ SUVയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഡിസൈനായിട്ടാണ് ഈ പുതിയ ക്രെറ്റ വന്നിരിക്കുന്നത്. എനിക്കതാണ് ഏറ്റവും അധികം തോന്നിയിട്ടുള്ളത്. ഒരു ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് എന്നുള്ളൊരു ഡിസൈൻ ഫിലോസഫിയാണ് ആക്ച്വലി പുതിയ ക്രെറ്റയ്ക്ക് ഹ്യുണ്ടായി ഫോളോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം എക്സ്പെരിമെൻ്റൽ ആയിട്ടാണ് ഹ്യുണ്ടായി ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രെറ്റയുടെ ഈ ഒരു ഗ്രില്ല് തന്നെയാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്. വലിയൊരു ഗ്രില്ലാണ്. സാധാരണ നമ്മളും പഴയ കാലത്തെല്ലാം അമേരിക്കൻ വെഹിക്കിൾസിന് കണ്ട തരത്തിൽ വലിയൊരു ഗ്രിൽ ട്രീറ്റ്മെൻ്റ് ആണ്. എന്നാൽ ഹെഡ്ലൈറ്റ് ആണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ട്രൈ LED ടൈപ്പ് ആയിട്ടുള്ളൊരു ട്രൈ ബീം ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ഒരു പോർഷനും പിന്നെ താഴേക്ക് വരുന്ന ഒരു DRL കൂടി ചേരുമ്പം വേറൊരു കാറിലും കാണാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പുറമെ താഴെ ഫോഗ് ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും താഴെയാണ് വരുന്നത്. പിന്നെ താഴെ ബമ്പറിലേക്ക് വരുമ്പോഴും എയർ വെൻറ്റും ആ ഒരു അലുമിനിയം ഫിനിഷെല്ലാം കൊടുക്കുന്ന SUV ക്യാരറ്റ് നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോമിനൻസിയും നല്ലൊരു പ്രസൻസും ലഭിക്കുന്ന തരത്തിലുള്ളൊരു ഫേസിയാണ് ക്രെറ്റയ്ക്കുള്ളത്. ഇതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ്. ഇഷ്ടപ്പെടുന്നവർ ശരിക്കും ഇഷ്ടപ്പെടും. എല്ലാത്തിനും കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്ത് വരാൻ. ആ രീതിയിലുള്ള ഡിസൈനാണ് ഹ്യുണ്ടായി ക്രെറ്റയ്ക്ക് ഫോളോ ചെയ്തത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം ക്രെറ്റയ്ക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ എല്ലാ തരത്തിലുള്ള ഡിഫറൻസ് കാണാൻ പറ്റും. ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഹുഡിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആവട്ടെ, ആ താഴെ വന്നിരിക്കുന്ന അതിൻ്റെ സൈഡ് ലൈനും ക്യാരക്ടർ ലൈനും എല്ലാം തന്നെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആ വീലാർച്ച് ട്രീറ്റ്മെൻറ്റ് സാധാരണ നമ്മൾ ഇന്ത്യയിൽ കാണാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ്. കൂടുതലൊരു ഇൻ്റർനാഷണൽ മോഡൽസിലും കാണുന്ന ഒരു ലൈൻസാണ്. അത് കർവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു മാസ്കുലിൻ ഫീൽ ലഭിക്കുന്നുണ്ട്. ഡോറിലേക്ക് വരുമ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് കുറച്ചുകൂടി മൈൽഡ് ആയിട്ടുള്ള ലൈനായി മാറി ഡൈനാമിക് ലൈനും അങ്ങനെ തന്നെ ക്യാരി ചെയ്ത് വരുന്നുണ്ട്. റിയറിലെത്തുമ്പോൾ ആ വീലാച്ചിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലൈൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്.
റൂഫ് ലൈൻ ആണെങ്കിലും റൂഫും സ്ട്രെയിറ്റ് ലൈനാണ്. ഇതിൻ്റെ ഒരു ശരിക്കും ഒരു കഴിഞ്ഞ ഫേസ് ലിഫ്റ്റിൽ വന്ന തരത്തിലുള്ളൊരു റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് തോന്നുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സിൽവർ ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് സിൽവർ ബോഡി കളർ ആയതുകൊണ്ട് അത് അത്ര കാണാത്തൊരു ബ്രഷ്ഡ് അലുമിനിയം ഫീലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഡാർക്ക് കളേഴ്സിൽ എസ്പെഷ്യലി ലോഞ്ച് ചെയ്തിരുന്ന ബ്ലാക്ക് കളറിൽ കണ്ടൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ വരെ വരുന്നുണ്ട്. അത് ശരിക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്ലോബൽ ഐഡൻറ്റിറ്റി തന്നെ വേണം പറയാൻ. ആ സി പില്ലറിലാണ് അതിൻ്റെ ഏറ്റവും അധികം ശരിക്കും റിഫ്ലക്ഷൻ കാണുന്നത്. എന്തായാലും സൈഡ് പ്രൊഫൈൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് ഹ്യുണ്ടായിക്ക് ക്രെറ്റയ്ക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. റിയറിൽ വരുമ്പോഴും ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഹ്യുണ്ടായി നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരു കാറിലും കാണാത്ത തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ടെയിൽ ലൈറ്റിലാണ്. 3 പീസ് ടെയിൽ ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 3 പീസായിട്ട് നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു രസം. അതൊരു വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഫ്രണ്ടിലത്തെ ഹെഡ് ലൈറ്റിന് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് റിയറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു സ്റ്റോപ്പ് ലൈറ്റ് കിടക്കുന്നു. പിന്നെ ഇവിടെയാണ് ആക്ച്വലി നേരത്തെ ബമ്പറിലുണ്ടായിരുന്ന രജിസ്ട്രേഷൻ പ്ലേറ്റ് മേലെ കയറി ബൂട്ട് ലീഡിമിലേക്ക് വന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു റിയർ സ്പോയിലറും വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യുണ്ടായുടെ തന്നെ പാലിസൈഡ് എല്ലാം പോലുള്ള ഗ്ലോബൽ മോഡലിൻ്റെ ഒരു ഡിസൈൻ ഐഡൻറ്റിറ്റി ക്രെറ്റയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ക്രെറ്റനെ ഇപ്പം ഈ ഒരു സെഗ്മെൻറ്റിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സെൽത്തോസാണ്. സെൽത്തോസായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പം സാധാരണ നേരിട്ടൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആക്കി ഒരു ഡിഫറെൻറ്റ് ഫിലോസഫി കൊണ്ടുവരാനാണ് ഹ്യുണ്ടായി ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് എന്നുള്ള തരത്തിലുള്ള ഡിസൈനാണ്. പക്ഷേ ഇങ്ങനത്തെ ഡിസൈൻ്റെ നമ്മൾ സക്സസ് പലപ്പോഴും കണ്ടിട്ടുള്ളത് ലോങ് ലാസ്റ്റിംഗ് ഡിസൈനാണ്. കുറേ കഴിയുമ്പോൾ ആളുകൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും പുതുമ നിലനിർത്തുന്ന രീതിയിൽ ഈ ഡിസൈൻ ഉണ്ടാവും എന്നുള്ളതാണ് മുമ്പ് പല ഡിസൈൻസിലും നമ്മൾ ഇത് കണ്ടിട്ടുള്ളത്. അത് പുതിയ ക്രെറ്റൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നൊരു ഭാഗമുള്ളത്. കാരണം അത്രയ്ക്കും റിഫ്രഷ് ചെയ്തിട്ടുള്ള വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് പുതിയ ക്രെറ്റയിൽ വന്നിരിക്കുന്നത്. അത് എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റിയറിംഗ് മുതൽ ഡാഷ് മുതൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മുതൽ എല്ലാ സംഗതിയും കാണാൻ പറ്റും. ഇൻക്ലൂഡിങ് പാനോറമിക് റൂഫ് വരെ വന്നിട്ടുണ്ട്. സോ ഒരു പ്രീമിയം ഒരു ഇൻറ്റീരിയർ ആയിട്ടാണ് ക്രെറ്റ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. കാരണം നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ സെൽത്തോസിൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഹ്യുണ്ടായി ഒരു തരത്തിലും വിട്ടുകൊടുക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഇൻറ്റീരിയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇൻറ്റീരിയർ ഡിസൈനിനെ കുറിച്ച് പറയുമ്പം ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ക്രെറ്റയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഹ്യുണ്ടായിലൊന്നും കണ്ട തരത്തിലുള്ള ഒരു ഡിസൈനല്ല. ടോപ്പിലായിട്ട് വരുന്ന എയർവെൻ്റ് അതിൻ്റെ താഴെയായിട്ട് ഒരു വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ടച്ച് സ്ക്രീനായിട്ട് വരുന്നുണ്ട്. അതും തന്നെ വളരെ ഫ്ലഷി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിന് താഴെ വളരെ നീറ്റ്ലി സ്വിച്ചസ് എല്ലാം ലേഔട്ട് ഉണ്ട്. വളരെ വലിയൊരു ഒരു സ്പേസ് നമുക്കിവിടെ മൊബൈൽ ചാർജ് ചെയ്യാൻ ലഭിക്കുന്നുണ്ട്. അത് ഇൻഡക്ഷൻ ചാർജറും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് USB മറ്റുള്ള ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. സെൻട്രൽ കൺസോൾ വളരെ നീറ്റ്ലി ലേഔട്ട് ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. സീറ്റ് കൂളിംഗ് വരുന്നുണ്ട് ഈ ടോപ്പിൻ്റെ വേരിയൻറ്റിൽ. സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രീമിയം ആയി തോന്നുന്ന പല പ്രീമിയം ബ്രാൻഡിലും കണ്ട തരത്തിലുള്ള സ്റ്റിയറിംഗ് വീൽ ഡിസൈനാണ് വന്നത്. മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ആണ്. സ്ക്രീനായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വന്നിരിക്കുന്നത്. അതും TFT നല്ല കളർഫുള്ളായിട്ട് സ്ക്രീനാണ്. ഇതിലാകെ ടാക്കോമീറ്ററും അതുപോലെ തന്നെ ഫ്യൂൽ ഗേജസും മാത്രമേ ലാൻഡ്ലോഗായിട്ട് നിൽക്കുന്നുള്ളൂ. 2 ടോൺ കളർ ആയതുകൊണ്ട് തന്നെ ബീജും ബ്ലാക്കും ചേർന്നിട്ടുള്ളൊരു ഡാഷ്ബോർഡ് ഡിസൈനാണ് ഇതിലുള്ളത്. സീറ്റിനെ കുറിച്ച് പറയുമ്പോഴും സീറ്റ് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ലെതർ സീറ്റാണ്. 2 ടോൺ കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല സപ്പോർട്ടീവ് സീറ്റ് നേരത്തെ ക്രെറ്റയിൽ ഫ്രണ്ട് സീറ്റിലുണ്ടായിരുന്നു. അത് ക്യാരി ചെയ്ത് വന്നിട്ടുണ്ട്. പുതിയത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂളിംഗ് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു അതുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു സീറ്റിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ വേറൊരു കളർ ഓപ്ഷൻ ഉള്ള ബ്ലാക്ക് മാത്രമൊരു കളർ ഓപ്ഷൻ ഉണ്ട്. അത് ഒരു കളറിൽ വരുന്ന ഓറഞ്ച്. ആ ഓറഞ്ച് കളറിൽ ഈ എയർവെൻ്റിലെല്ലാം കണ്ടിട്ടുള്ള ഒരു ബ്രഷ്ഡ് അലൂമിനിയത്തിന് പകരം റെഡ് ഇൻസേർട്ട് വരുന്നുണ്ട്. അതും ഒരു അട്രാക്റ്റീവ് എലമെൻ്റായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം പുറമെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വേണ്ടി മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു കാര്യം AC ഫിൽറ്ററാണ്. ആ ഫിൽട്രേഷൻ രീതിയിലുള്ളൊരു AC വന്നതാണ് ക്രെറ്റയിൽ മറ്റൊരു അട്രാക്ഷൻ. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും തന്നെ ഒരു കോൺഷ്യസ് ആയി നിൽക്കുന്ന ഒരു കാര്യമാണ് ഫിൽട്രേഷൻ. അതിൻ്റെ നോട്ടിഫിക്കേഷനും ഇവിടെ കാണിക്കും. അതും വരുന്നതോടുകൂടി ചേരുമ്പം വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ക്രെറ്റയ്ക്ക് വേണ്ടിയിട്ട് ഹ്യുണ്ടായി ഒരുക്കിയിട്ടുള്ളത്.
റിയർ സീറ്റിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഹ്യുണ്ടായി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെഡ് റൂമും നല്ലൊരു ലെഗ് റൂമും ഉണ്ട്. തൈ സപ്പോർട്ട് നല്ല നീറ്റ്ലി തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ ടണലും ചെറുതായതുകൊണ്ട് 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല റൂമിനെസ് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു വിൻഡോ ഡിസൈനും അതുപോലെ തന്നെ പാനോറമിക് റൂം വരുന്നുകൊണ്ടുള്ളത്. പിന്നെ ലൈറ്റ് കളറും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ലഭിക്കുന്നില്ല. ബാക്കിൽ AC എയർവെൻ്റ് വരുന്നുണ്ട്, ഒരു ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ പുറമെ നമുക്കിവിടെ മൊബൈൽ വയ്ക്കാനുള്ള ഒരു സ്പേസും വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ആ ഒരു പ്യൂരിഫൈ ചെയ്തിട്ടുള്ള എയർ എല്ലാം ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എയറി റൂമി ഇൻറ്റീരിയർ ആണ് ക്രെറ്റയിൽ ഫീൽ ചെയ്യുന്നത്. അതിന് തക്കതായിട്ടുള്ളൊരു പ്രീമിയം ഫീലും ഉണ്ടാക്കി നൽകാൻ സാധിച്ചു എന്നുള്ളത് ഒരു സക്സസ് എലമെൻ്റ് തന്നെയാണ്. സോ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പം പറ്റുന്ന രീതിയിലുള്ളൊരു ഡ്രൈവ് റിവ്യൂ ആണ് നമ്മളൊന്ന് കൊണ്ടുവരുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ ലോക്ക്ഡൗണിലായിരുന്നു ഉള്ളത്. അപ്പം ഷോറൂമിൽ പോകുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും കീപ്പ് ചെയ്തു. ഈ ഡ്രൈവിലാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള മാനദണ്ഡം കീപ്പ് ചെയ്തിട്ടുള്ള ഡ്രൈവാണ് ചെയ്യുന്നത്. കാറിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇത് ഒഴിവാക്കാമെന്ന് കരുതുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ആക്ച്വലി വണ്ടി ലഭിച്ചിട്ടുള്ളത് നമ്മുടെ മീഡിയ വണ്ടി, അതുപോലെ തന്നെ കമ്പനിയുടെ തന്നെ ടോപ്പ് ആൻഡ് വേരിയൻറ്റും അല്ല. കാരണം ഇപ്പം കാറുകളെല്ലാം തന്നെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ട്രാൻസ്പോർട്ടേഷനിലുള്ള, അതുകൊണ്ട് തന്നെ ഇവിടെ പല വണ്ടികളും പല വേരിയൻസും എത്തിയിട്ടില്ല. അപ്പോൾ എത്തിയിരിക്കുന്നതിൽ നിന്ന് അവരുടെ ഒരു മോഡലാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ തന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഡീസൽ വേരിയൻ്റ് ആണ്. ഡീസലിന് തന്നെ ടോപ്പ് എൻഡും അല്ല, മാനുവൽ വേരിയൻ്റും ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു മോഡൽ വെച്ചിട്ട് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഷോറൂമിൽ നേരത്തെ കണ്ടത് പെട്രോൾ ടോപ്പ് ആൻഡ് വേരിയൻ്റ്. ഇത് രണ്ടും നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു പൂർണ്ണമായ റിവ്യൂ നമുക്ക് കമ്പനിയുടെ ഡെമോ കാർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ പുതിയ ക്രെറ്റനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രെറ്റയിൽ ആക്ച്വലി വന്നിരിക്കുന്ന 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. നാറ്റലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് 1.5 ലിറ്റർ ആണ് ഡീസൽ വന്നിരിക്കുന്നത്. പെട്രോളിലാണെങ്കിലും ഒരു മോഡൽ വന്നിരിക്കുന്നത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും മറ്റൊന്നുള്ളത് 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത് സെൽത്തോസിൽ വന്നിരിക്കുന്ന അതേ എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന ഗിയർ ബോക്സ് ഓപ്ഷൻസും ഡിഫറെൻ്റ് ആണ്. ഇപ്പം പെട്രോൾ ടർബോയിൽ വന്നിരിക്കുന്നത് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ്. എന്നാൽ ഡീസലിൽ വന്നിരിക്കുന്ന ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ടോർക്ക് കൺവേർട്ടർ ആയിട്ടുള്ള നോർമൽ ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ ആണെങ്കിൽ 6 സ്പീഡാണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനുവലാണ്. അതുപോലെ തന്നെ പെട്രോൾ 1.5 ലിറ്ററിൽ വന്നിരിക്കുന്നത് IVT എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഇൻ്റലിജൻറ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന CVT പോലുള്ള ഗിയർ ബോക്സ് ആണത്. അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും തന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഫിഗേഴ്സ് ഇപ്പം അൺവീൽ ചെയ്തിട്ടില്ല. ARIയുടെ സർട്ടിഫൈ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ ശേഷം ലോക്ക്ഡൗൺ എല്ലാം വന്നുകൊണ്ട് ഫ്യൂൽ ഫിഗേഴ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പം ഇതിൽ വന്നിരിക്കുന്ന ഒരു ഏകദേശം ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഡീസലിലാണെങ്കിൽ നമുക്കൊരു ഏകദേശം 18 കിലോമീറ്റർ പ്രതീക്ഷിക്കാം. നേരത്തെ ഉണ്ടായിരുന്നതിന് കുറച്ച് കുറവാണ്, കാരണം എഞ്ചിൻ്റെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. എങ്കിലും നല്ലൊരു എഫിഷ്യൻസി തന്നെ ആയിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടാവുന്നത്. ഇതിപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഡീസൽ മാനുവലിൻ്റെ വേരിയൻറ്റിന് മാത്രമായിരിക്കും. പക്ഷേ നമുക്ക് ബാക്കി ഡ്രൈവും അതുപോലെ തന്നെ കംഫർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എഞ്ചിനെ കുറിച്ച് പറയുമ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്ന 115 PS ആണ്. പെട്രോൾ ആണെങ്കിലും 1.5 ലിറ്റർ പെട്രോളിൻ്റെതും എഞ്ചിൻ ഔട്ട്പുട്ട് 115 PS തന്നെയാണ്. എന്നാൽ ടോർക്കിൽ ഡിഫറൻസ് ഉണ്ട്. 14.7 കിലോഗ്രാം ആണ് പെട്രോളിൻ്റെ ടോർക്കെങ്കിൽ ഡീസലിന് 25.5 ആണ് കിലോഗ്രാം ടോർക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഇന്നത്തെ പുതിയ എഞ്ചിൻ എന്ന് പറയുന്നത് 1.4 പെട്രോൾ ആണ്. അതിൻ്റെ പവർ ഡെലിവറിയും കാര്യങ്ങളിലും നമുക്ക് അതിൻ്റെ സ്പെഷ്യൽ റിവ്യൂ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് ഞാൻ അതിപ്പം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഈ എഞ്ചിനെല്ലാം തന്നെ BS6 കംപ്ലൈൻ്റ് ആണ്. ഈ പവർ ട്രെയിനിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയൊരു കാര്യം ഇതിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഡീസൽ പവർ ട്രെയിനാണ് ഈ ഒരു എഞ്ചിനിൽ വന്നിരിക്കുന്നത്. അത് ഗിയർ ബോക്സിലാണെങ്കിൽ ആ റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ലോവർ ഗിയറിൽ പോലും നമുക്ക് കുറഞ്ഞ സ്പീഡിൽ പോകാനും പെട്ടെന്ന് തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാതെ എടുക്കാനും പറ്റുന്നുണ്ടെന്നുള്ളൊരു അട്രാക്ഷൻ ആണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലൊരു പവർ ഡെലിവറി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഹയർ ഗിയറിൽ പോവുകയാണെങ്കിൽ ഇപ്പം എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ലോ ചെയ്യാതെ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അത് ഫ്യൂൽ എഫിഷ്യൻസിക്കും അതുപോലെ തന്നെ സിറ്റി ഡ്രൈവിനും ഗുണം ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ സസ്പെൻഷനാണ് മറ്റൊരു കാര്യമുള്ള. സസ്പെൻഷനും ക്രെറ്റയിൽ എപ്പോഴും ഒരു അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ടുള്ള സസ്പെൻഷനാണ്. ആ ഒരു കംഫർട്ട് ലെവൽ ഒന്നുകൂടെ കൂട്ടുകയാണ് ഇപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള സസ്പെൻഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന മോഡൽ വന്നിരിക്കുന്ന സ്റ്റീൽ റിമോട് കൂടിയുള്ള മോഡലാണ്. അതുപോലെ തന്നെ കുറച്ച് ഹയർ പ്രൊഫൈൽ ടയറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു കുഷനി ഫീൽ ശരിക്കും ലഭിക്കുന്നുണ്ട്. സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് സ്റ്റിയറിംഗ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ക്രെറ്റയിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം നമുക്ക് കുറച്ചുകൂടി ഒരു മെനോവറബിലിറ്റിക്കും സിറ്റി ഡ്രൈവിനെല്ലാം തന്നെ കംഫർട്ടബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ നമുക്കൊരു ഹാർഡ് ഡ്രൈവ് ടേണോ അല്ലെങ്കിൽ എല്ലാം എടുക്കുമ്പോഴുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് അങ്ങനത്തെ ഒരു ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എങ്കിലും കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു ക്രെറ്റയുടെ സ്റ്റിയറിംഗ് ഫീൽ ചെയ്യുന്നത്.
വളരെ ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ബ്രേക്കിങ്ങിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്പോഞ്ചി ഒരു സോഫ്റ്റ് ഫീല് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ബ്രേക്കിംഗ് എഫിഷ്യൻസിയാണ് നമുക്ക് പുതിയ ക്രെറ്റയിൽ ലഭിക്കുന്നത്. അത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് തന്നെ വേണം പറയാൻ. കാരണം ഹ്യുണ്ടായി കാസിൽ റീസെന്റ് ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നപ്പോൾ ബ്രേക്കിംഗ് ആയിരുന്നു. ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്ക് ബ്രേക്കിംഗ് ഫീല് കുറച്ചൊരു സ്പഞ്ചി ഫീൽ ആയിരുന്നുണ്ടായിരുന്നു. അതൊന്നും മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ഫീലാണ് ഇപ്പോൾ ഉള്ള ക്രെറ്റയിൽ വന്നിരിക്കുന്നത്. പിന്നുള്ള ഒരുപാട് വേറെ ഫീച്ചേഴ്സുകളാണുള്ളത്. ഇപ്പോൾ ബ്ലൂ ലിങ്ക് എന്ന് പറയുന്ന ഫീച്ചർ നമുക്കറിയാം ഹ്യുണ്ടായുടെ വെന്യൂയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതിൽ ഹ്യുണ്ടായുടെ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ തന്നെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നേരത്തെ ഹ്യുണ്ടായി വെന്യൂയിലുണ്ടായിരുന്ന 36 ഫീച്ചേഴ്സ് ആയിരുന്നു. എന്നാൽ പുതിയ ക്രെറ്റയിലൂടെ അത് 50 ഫീച്ചേഴ്സ് ആയിട്ട് അത് കൂട്ടിയിട്ടുണ്ട്. ഇതിൽ പുതിയൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൂ ലിങ്കിൽ നമുക്ക് ഏതൊരു മോഡൽ, നേരത്തെ ഓട്ടോമാറ്റിക്കിന് മാത്രമായിരുന്നു നമുക്ക് പാർക്കിങ്ങിലിട്ട് സ്റ്റാർട്ട് ചെയ്ത് AC എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പം എല്ലാ വേരിയന്റിലും അത് സാധിക്കും. ഓൺലി പ്രൊവൈഡഡ് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ന്യൂട്രലിൽ പാർക്ക് ചെയ്യണം മാനുവൽ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലാണെങ്കിലും മാനുവലാണെങ്കിലും നമുക്കിപ്പം ബ്ലൂ ലിങ്ക് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനെല്ലാം പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏറ്റവും ബേസിക് ആണ്. ഇതിന്റെ പുറമെ എയർ ഫിൽറ്റർ ഞാൻ നേരത്തെ ഇന്റീരിയറിൽ പറഞ്ഞു, ഈ കാറിൽ അതില്ല. പക്ഷെ അത് വരുന്നതെന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ ഓൾറെഡി ബിൽഡ് ആയിട്ടുണ്ട്. അത് ഇവിടെ ഉള്ളൊരു കൺട്രോൾ നമുക്ക് നോക്കിയിട്ട് എത്രത്തോളം പ്യൂരിഫൈ ചെയ്തിട്ടുണ്ട്, ഇനി പ്യൂരിഫൈ ചെയ്യാനുണ്ടോ, അതിന്റെ മാറാനുള്ള സമയമായോ എന്നുള്ളതെല്ലാം അറിയാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. അതെല്ലാം നമുക്ക് ഒരു കമ്പനി ടെസ്റ്റ് ഡ്രൈവ് കാർ വരുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ വന്നിരിക്കുന്നത് ബോസിന്റെ സൗണ്ട് സിസ്റ്റമാണ്. 8 സ്പീക്കറോടുകൂടിയുള്ള സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. ആ ടോപ്പ് ആൻഡ് വേരിയന്റിൽ വരുന്നുണ്ട്. എന്നാൽ ഇപ്പം നമ്മളിപ്പോൾ ഓടിക്കുന്ന മോഡലിലാണെങ്കിലും ഉള്ള സൗണ്ട് സിസ്റ്റം നല്ല സൗണ്ട് സിസ്റ്റം ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. വേരിയൻസ് അനുസരിച്ച് സ്ക്രീനിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് ആൻഡ് മോഡലുള്ള സ്ക്രീൻ പോലെയല്ല ഇതിൽ വന്നിരിക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആണ്, കുറച്ചുകൂടി ചെറിയ സ്ക്രീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും യൂട്ടിലിറ്റി വൈസ് അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. പിന്നെ വന്നിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് കൺസോളിലുള്ള ഡിഫറൻസ് ആണ്. ടോപ്പ് ആൻഡ് മോഡലിൽ വന്നിരിക്കുന്ന TFT സ്ക്രീൻ ആണെങ്കിൽ ഈ ഒരു വേരിയന്റിൽ വന്നിരിക്കുന്ന 2 അനലോഗ് ആയിട്ടുള്ള ഒരു മീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വേരിയൻസിൽ വന്നിരിക്കുന്ന ഫീച്ചർ ഡിഫറൻസ് ഉണ്ട്. എന്തായാലും അതെല്ലാം നമുക്കൊരു കംപ്ലീറ്റ് റിവ്യൂവിൽ നോക്കാം. എനിവേ ഈ ഒരു ഫസ്റ്റ് ഡ്രൈവിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ക്രെറ്റയുടെ മെയിൻ കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കുന്ന സെൽത്തോസ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ക്രെറ്റ തന്നെയാണ് വന്നിരിക്കുന്നത്. ലുക്സ് സബ്ജക്റ്റീവ് ആണ്, കാരണം എല്ലാവർക്കും പെട്ടെന്നും ഡൈജസ്റ്റീവ് ആവുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ടും റിയറും എല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിന്റെ പാലിസൈഡ് നേരിട്ട് കണ്ടതുകൊണ്ടും അത് അക്സെപ്റ്റഡ് ആയതുകൊണ്ടായിരിക്കണം എനിക്ക് ഈ ഒരു ഡിസൈൻ ആദ്യം കണ്ടപ്പോൾ തന്നെ അതൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. പെട്ടെന്ന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയിരുന്നു. എന്നാൽ ഇഷ്ടപ്പെടാത്തവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഡിസൈനാണ്. ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ ശരിക്കും അത് ഗ്രോ ചെയ്യും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഡിസൈനിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിസൈൻ സബ്ജക്റ്റീവ് ആണ്. പക്ഷേ ഇന്റീരിയറും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും സെൽത്തോസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു മോഡൽ തന്നെയായിട്ടാണ് പുതിയ ക്രെറ്റ വന്നിട്ടുള്ളത്. സെൽത്തോസായിട്ട് ഡയറക്റ്റ്ലി എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയണമെങ്കിൽ ഒരു നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ തന്നെ ഒരു കമ്പാരിസൺ റിവ്യൂ തന്നെ വേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ കൊണ്ടുവരാവുന്നതായിരിക്കും. എന്തായാലും ഇത്തരം ഒരു ഡ്രൈവിലൂടെ പുതിയ ക്രെറ്റ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ നമ്മൾ ഇങ്ങനെയാണെങ്കിലും കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം. സോ നമ്മൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് സേഫ്റ്റിയാണ്. ആ സേഫ്റ്റി എല്ലാം തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങളും വീട്ടിലിരുന്ന് സേഫായിട്ടിരിക്കുക, ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാതിരിക്കുക. സോ അടുത്ത ആഴ്ച കാണുന്നവരെ ബി സേഫ്, സ്റ്റേ ഹോം.